പ്ലാക്കാട് അംബേദ്കർ ഗ്രാമത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. അംബേദ്കർ ഗ്രാമം സന്ദർശിച്ച മന്ത്രി ഗ്രാമവാസികളുമായി സംവദിച്ചു. നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. കാരുവേലിൽ പ്ലാക്കാട് അംബേദ്കർ ഗ്രാമത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. അംബേദ്കർ ഗ്രാമം സന്ദർശിച്ച ശേഷം ജനങ്ങളുമായി സംവദിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സായാഹ്ന ഒ.പി. പുനരാരംഭിക്കുക, നിലച്ചുപോയ ബസ് സർവീസ് പുനഃസ്ഥാപിക്കുക, തകർന്ന റോഡുകൾ ഒന്നാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ പരിഹാരം കാണുമെന്ന് മന്ത്രി അംബേദ്കർ ഗ്രാമ നിവാസികൾക്ക് ഉറപ്പ് നൽകി. ഏറ്റവും അടിയന്തരമായുള്ള കുറേയേറെ ആവശ്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ഈ പ്രദേശത്തെ ആളുകളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതിനാണ് ഞങ്ങളിവിടെ വന്നത്. നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ആശുപത്രിയുടെ ചില കാര്യങ്ങളുണ്ട്, റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്. റോഡുകൾ ഈ കാലവർഷം മറ്റൊക്കെ തകർന്നു നടക്കുന്ന റോഡുകൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ജലജീവനുമൊക്കെ വന്നുകൊണ്ടുമൊക്കെ കുഴിയൊക്കെ എടുത്തിട്ട് റോഡുകൾ കുറച്ച് മോശമായിട്ടുണ്ട്. ബസിന്റെ സൗകര്യത്തിന്റെ ഒരു കാര്യം പ്രധാനമാണ്. പിന്നെ ഇവിടുത്തെ ധാരാളം കുട്ടികളും ചെറുപ്പക്കാരും എല്ലാം ഉള്ളതാണ്, സ്പോർട്സുകാർ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിന്റെ സ്ഥലപരിമിതിയുടെ ഒരു പ്രശ്നമുണ്ട്. സ്ഥലം കണ്ടെത്തണം, അത് വാങ്ങിക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വലിയ ഹാള് പണിയുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ. ആശുപത്രിയുടെ കാര്യത്തിൽ അത് ഇവിടെ ഈവനിങ് ഒ.പി. ഉണ്ടായിരുന്നു, അത് പഞ്ചായത്ത് അത് തീരുമാനിച്ച് ഇവിടെ തന്നെ കൊണ്ടുപോയി. അത് കാരണം ഇവിടെ 600ഓളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഈവനിങ് ഒ.പി. സൗകര്യമാണ്, അതൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ കാര്യം ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് വീണ്ടും ആരംഭിക്കാൻ പറ്റുന്ന കാര്യം ഉൾപ്പെടെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. വാർഡംഗം ലിജു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും കുറച്ച് കാരിവേലി വാർഡിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, അവർ 15-20 ലക്ഷം രൂപ വികസന ഫണ്ട് എടുക്കുമ്പോൾ നമുക്ക് 4-5 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 5 ടീമുകളായി തന്നുകൊണ്ടിരിക്കുന്നത്. ആ തുച്ഛമായി കിട്ടുന്ന വികസന അതെ അപ്പം ഇടതുപക്ഷ മെമ്പർമാരെല്ലാം വേർതിരിച്ചാണ് 70 പഞ്ചായത്ത് ഭരണസമിതി നമ്മളെ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ തുച്ഛമായ ഫണ്ടുകൾ കൊണ്ട് തന്നെയാണ് ചെറിയ വികസനങ്ങൾ മാത്രമേ നമുക്ക് അതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശിവപ്രസാദ്, CPM ഏരിയ സെക്രട്ടറി രാമാനുജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓമനക്കുട്ടൻ, മനേഷ, കോശി, സുനിൽ, രാജേഷ്, രാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.